ഇനിയിപ്പോൾ നമ്മൾ മഴയുടെ വാർത്തകളിലേക്കാണ്. രാവിലെ രാത്രിയുമൊക്കെ നല്ല മഴ എല്ലാ ജില്ലകളിലും ലഭിക്കുന്നുണ്ട്. കാലവർഷം എത്തിയതോടെ സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. 8 ജില്ലകളിൽ ഇന്നും അതിശക്തമായ മഴ തുടരും. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ജിബിൻ JB, കോഴിക്കോട് നിന്ന് വർഷ ഗിരീഷ്, കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് എന്നിവർ ചേരുകയാണ്. ആദ്യം നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. ജിബിൻ, ഗുഡ് മോർണിംഗ് അഗെയിൻ. അപ്പോൾ ജൂൺ 10 വരെയൊക്കെ മഴ കനത്ത ഉണ്ടാകും എന്ന് പറയുന്നു. അതിനുശേഷം ഒരു ഡ്രൈ സ്പെൽ ഉണ്ടാകുമെന്ന മട്ടിലാണ് നമുക്കിപ്പോൾ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. എന്തായാലും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആരംഭിച്ചു കഴിഞ്ഞു. തെക്കൻ കേരളത്തിൽ നിന്നുള്ള വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ആൻഡ് ഗോകുൽ. അത് തന്നെയാണ് കാരണം സംസ്ഥാനത്ത് വരുന്ന 8 ദിവസം കൂടി മഴ ശക്തമാകുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ന് അതായത് ജൂൺ 5-ാം തീയതി തിരുവനന്തപുരം മുതൽ കോട്ടയം വരെയുള്ള ജില്ലകളിലും ഇടുക്കി ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. അതുപോലെ എറണാകുളം, തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ഓറഞ്ച് അലർട്ടാണ്. അതായത് സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും തന്നെ ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരത്തെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ തിരുവനന്തപുരത്ത് അതിശക്തമായിട്ടുള്ള മഴയാണ് തിരുവനന്തപുരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പെയ്തുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തിൻ്റെ നഗരമേഖലകളിലും മലയോര മേഖലകളിലും ഗ്രാമീണ മേഖലകളിലും തീരദേശ മേഖലകളിലും ഒരേ കണക്കിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരാഴ്ച കാലമായി മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കാലവർഷത്തിന്റെ ഭാഗമായിട്ടുള്ള കെടുതികളൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. ആകെ ഉണ്ടായിരുന്ന പ്രശ്നമെന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപുണ്ടായ ഒരു വെള്ളക്കെട്ട് മാത്രമാണ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും അധികം ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് തീരദേശവാസികൾക്കാണ്. കാരണം കടലേറ്റം രൂക്ഷമാണ്, കടൽക്ഷോഭത്തിനുള്ള സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് ഈ വരുന്ന 8-ാം തീയതി വരെ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിനായി പോകുന്നതിനൊക്കെ തന്നെ വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ലക്ഷദ്വീപ് തീരങ്ങളിലേക്ക് മത്സ്യബന്ധനത്തിനായി പോകുന്നവർക്കാണ് ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. കാരണം കാലവർഷം രൂക്ഷമായതോടുകൂടി കടലേറ്റത്തിന്റെ സാധ്യതയും അതുപോലെ തന്നെ കടൽക്ഷോഭത്തിന്റെ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേകിച്ച് ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, ഈ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത് പ്രകാരം എന്തെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ മണ്ണിടിച്ചിലോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലകളിൽ കാലവർഷം കൂടി രൂക്ഷമായ സാഹചര്യത്തിൽ എന്തെങ്കിലും മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എത്രയും വേഗം മറ്റൊരു സ്ഥലത്തേക്ക് മാറി പാർപ്പിക്കണമെന്ന് അവർ എത്രയും വേഗം മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കണമെന്നുള്ളൊരു കാര്യം കൂടി ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശമായി പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു അത്യാവശ്യ സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഹൈ റേഞ്ച് മേഖലയിലേക്കുള്ള യാത്രകൾ കൂടി ഒഴിവാക്കണമെന്നുള്ളൊരു കാര്യം കൂടി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റീന ആൻഡ് ഗോകുൽ. ഇനി വർഷ ഗിരീഷിലേക്കാണ്, കോഴിക്കോടേക്കാണ് പോകുന്നത്. വർഷ, ഇന്ന് വടക്കൻ കേരളത്തിലാണ്, അല്ലെങ്കിൽ മധ്യകേരളം, എറണാകുളം മുതൽ കാസർഗോഡ് വരെയാണ് കാര്യമായ മഴ ലഭിക്കാൻ സാധ്യതയെന്ന് മുന്നറിയിപ്പുള്ളത്. എന്താണ് വടക്കൻ കേരളത്തിലെ ജില്ലകളിൽ രാവിലത്തെ മഴയുടെ സാഹചര്യം? ഗോകുൽ, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. വടക്കൻ കേരളത്തിൽ എന്തായാലും ഇന്ന് മഴ ശക്തമാകുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ലഭിക്കുന്നത്. വടക്കൻ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇന്ന് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിശക്തമായ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും വലിയ രീതിയിലുള്ള മഴ കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ വലിയ രീതിയിലുള്ള മഴ ലഭിച്ചിരുന്നു. ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുന്നൊരവസ്ഥയാണുള്ളത്. അപ്പോഴും മഴ കെടുതികളൊന്നും ഇല്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ആശ്വാസകരമായ കാര്യം. എന്നാൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകാനുള്ള സാധ്യത തന്നെയാണ് മുന്നിൽ കാണുന്നത്. ജില്ലാ ഭരണകൂടം പ്രത്യേക അറിയിപ്പ് അല്ലെങ്കിൽ പ്രത്യേക മുന്നറിയിപ്പൊന്നും നൽകിയിട്ടില്ലെങ്കിൽ കൂടെ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. പ്രധാനമായും ജിബിൻ സൂചിപ്പിച്ച പോലെ തന്നെ തീരദേശ മേഖലയിലുള്ളവർക്കാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതായത് കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് ഉൾപ്പെടെ വിലക്ക് ഏർപ്പെടുത്തിയ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മറ്റൊരു കാര്യം, ഈ വടക്കൻ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ മലയോര മേഖലകളുള്ള ഇടമാണ്. അത്തരം ഇടങ്ങളിൽ മണ്ണിടിച്ചിലും അതേപോലെ തന്നെ പല രീതിയിലുള്ള പ്രതിസന്ധികളും ഉണ്ട്. അത്തരം ഇടങ്ങളിൽ നിന്നെല്ലാം ജാഗ്രത വേണമെന്നുള്ള നിർദ്ദേശം കൂടെ കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. എന്നാൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും അത്തരമൊരു നിർദ്ദേശം ഇതുവരെ ലഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ വിലങ്ങാട് ഉൾപ്പെടെയുള്ള മേഖലയെല്ലാം അതീവ ശ്രദ്ധ നൽകേണ്ട മേഖലയാണ്. കാരണം ആ ദുരന്തം, വയനാട് ദുരന്തമുണ്ടായ സമയത്ത് തന്നെയായിരുന്നു വിലങ്ങാട് വലിയ രീതിയിൽ ദുരന്തമുണ്ടായത്. അത്തരമൊരു സാഹചര്യത്തിൽ മലയോര മേഖലയ്ക്ക് പ്രത്യേകം പരിഗണന തന്നെ നൽകേണ്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നഗരങ്ങളിലെ കോഴിക്കോട് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കോഴിക്കോട് നഗരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഒരു മഴ പെയ്താൽ തന്നെ കോഴിക്കോട് ബീച്ച് ഭാഗങ്ങളിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കോഴിക്കോട് നഗരത്തിലുള്ളത്. അത് ജനങ്ങൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. മഴക്കെടുതിയൊന്നും ഇല്ല എന്ന് പറയുമ്പോഴും വെള്ളക്കെട്ട് തന്നെയാണ് പലയിടങ്ങളിലും വലിയ പ്രശ്നമായി തുടരുന്നത്. എന്തായാലും ഇന്ന് വടക്കൻ കേരളത്തിലും അതിശക്തമായ മഴ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങളെല്ലാം പ്രത്യേക ജാഗ്രതയിൽ തന്നെയാണുള്ളത്. ഗോകുൽ, ക്രിസ്റ്റീന. ശരി, വടക്കൻ കേരളത്തിലെ മഴയുടെ അവസ്ഥയാണ് വർഷ ഗിരീഷ് റിപ്പോർട്ട് ചെയ്തത്. ഇനി കൊച്ചിയിലേക്കാണ് വിഷ്ണു സുരേഷ് ഉണ്ട്. വിഷ്ണു, മധ്യകേരളത്തിൽ എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്?
കൃഷ്ണ, കൊച്ചിയിൽ നിലവിൽ ഓറഞ്ച് അലർട്ടാണ്. കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് രാവിലെ ഏകദേശം ഒരു 4 മണിയോടുകൂടി ആരംഭിച്ച മഴയാണ്. ആ മഴയ്ക്ക് ഇപ്പോഴും ഒരു ശമനമില്ല. ഒരു 5-10 മിനിറ്റ് മഴ മാറി നിൽക്കും, പിന്നീട് മഴ തുള്ളിക്കൊരു കുടം എന്ന രീതിയിലാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ തന്നെ വളരെ വ്യക്തമാണ് എത്ര ശക്തമായാണ് മഴ പെയ്യുന്നതെന്ന്. കൊച്ചിയെ സംബന്ധിച്ച് മഴ ഒരു ആശങ്ക, വലിയ ആശങ്കയുള്ള സമയമാണ്. പ്രത്യേകിച്ച് വെള്ളക്കെട്ടുകൾ കാര്യമായി രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മഴയുണ്ടായിരുന്നെങ്കിൽ പോലും അങ്ങനെ പൂർണ്ണതോതിലേക്ക് മഴ എത്തിയിരുന്നില്ല. ഇനിയിപ്പോൾ പൂർണ്ണതോതിലേക്ക് മഴ എത്തുമ്പോൾ വെള്ളക്കെട്ടുകൾ ഒരു ആശങ്കയായി നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ കാറ്റൊക്കെ വീശുകയും ഒരു വേനൽ മഴയുടെ ശക്തിയിൽ കൊച്ചിയിൽ വ്യാപക നാശനഷ്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം ആശങ്കകളൊക്കെ ഉണ്ട്. കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ എല്ലാവർക്കും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഭൂതത്താം കെട്ട് അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്, അതിന്റെ ബാരേജിന്റെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. പെരിയാറിൽ ജലനിരപ്പ് അത് ഉയർത്തിയതുകൊണ്ട് ഉള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് പെരിയാറിന്റെ കൈവഴിയിൽ താമസിക്കുന്ന ആളുകളോടൊക്കെ കൃത്യമായി ജാഗ്രത പുലർത്താനും അനാവശ്യമായ ജലാശയങ്ങളിൽ ഇറങ്ങുന്നത് ഒഴിവാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം കൊച്ചിയെ സംബന്ധിച്ച് മറ്റൊരു പ്രതിസന്ധിയുള്ളത് തീരദേശ മേഖലയാണ്. പ്രത്യേകിച്ച് ചെല്ലാനം, കണ്ണമാലി, ഇടവനക്കാട് മേഖല, ഞാറക്കലൊക്കെ ആ മേഖലകളിലൊക്കെ സാധാരണ ഈ മഴ എത്തുന്ന ഘട്ടത്തിൽ അതിശക്തമായ കടലുകയറ്റം ഉണ്ടാകാറുണ്ട്. ഇതുവരെ അത്തരം സാഹചര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ അത്തരം ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ആ മേഖലയിലുള്ള ആളുകളോടും ജാഗ്രത പുലർത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അടിയന്തര സാഹചര്യമെങ്കിൽ ക്യാമ്പുകളിലേക്ക് മാറണം. ക്യാമ്പുകൾ ഒരുക്കാനുള്ള നിർദ്ദേശം ഓരോ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചും ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. ഈ പകർച്ചവ്യാധികളുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അത്തരം അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ആശുപത്രിയെ സമീപിക്കുന്ന സ്വയം ചികിത്സയ്ക്ക് പോകരുത് തുടങ്ങിയ കർശന നിർദ്ദേശം നൽകുന്നു. മഴ ആരംഭിച്ചു, അല്ലെങ്കിൽ കാലവർഷം ശക്തിയാകുന്നു, അതിന്റെ ഒരു ആശങ്ക, മൊത്തത്തിലുള്ള ഒരു ആശങ്ക കൊച്ചിയിലുണ്ട്. ക്രിസ്റ്റീന. ശരി വിഷ്ണു, ഏതായാലും വൈകി തുടങ്ങിയ കാലവർഷമാണ്. അത് ഈ ഒരാഴ്ച അങ്ങനെ ശക്തമായി പെയ്യും. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുറച്ചേറെ നേരത്തെ ഇറങ്ങുക. കാരണം നഗരങ്ങളിലടക്കം ഗതാഗത കുരുക്കുണ്ടാവും. പിന്നെ പതുക്കെ പോയാൽ വഴിയിലുള്ളവരുടെ ദേഹത്ത് ചെളി തെറിക്കാതെ പോവാം. അപ്പോൾ അങ്ങനെ ഓഫീസുകളിലൊക്കെ പോകുന്നവർ അത് മുൻകൂട്ടി കാണുക. ഇപ്പോൾ ഒരു കമൻറ്റ് കണ്ടത് ആശാശാം ചോദിക്കുന്നത്, അവധി ഉണ്ടെങ്കിൽ പറയണേ, കുഞ്ഞു മക്കളാണ്. അവധി ഉണ്ടെങ്കിൽ ആദ്യം പറയുക 24 ആയിരിക്കും, അത് ഉറപ്പാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.